കുട്ടി മരിച്ചിട്ടില്ല സാർ. കർത്താവേ, ശരിയാണ് സാർ. Take her to the hospital immediately. Okay. Come on. Alexander. Sir. Send all these bodies for postmortem at an earliest. Sir. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഓഫീസിലുണ്ടാവും. Yes, sir. Okay. Sir. ഈ കുറ്റകൃത്യത്തെ കുറിച്ച് ഡിജിപിക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾക്കറിയാവുന്നത് എനിക്കും അറിയാം. അന്വേഷണത്തിന് ഫർദർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ അപ്പോൾ അറിയും. പോലീസ് നായ മണം പിടിച്ച് സെക്രട്ടേറിയറ്റ് പിന്നിലുള്ള കോളനിയിലേക്ക് ഓടിയെന്ന് കേട്ടു. അതെ, അന്വേഷണം തുടരുകയാണ്. ഓക്കെ. Yes, Gomes here. Is it true? ശരി, ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവാ. അവനെ ഇവിടെ കൊണ്ടുവരുന്നവരെ ന്യൂസ് വെളിയിൽ പോരുത്. സംശയിച്ച പോലെ തന്നെ കോളനിയിൽ നിന്ന് പ്രതിയെ പൊക്കിയിട്ടുണ്ട്. എങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റവനും ഉണ്ടാവും, ആ രാമനാഥൻ. ഇന്നലെ അവൻ ആന്റണിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാ, വെട്ടി നുറുക്കിക്കളയൊന്നു. തൽക്കാലം രാമനാഥനകത്തേക്ക് കയറണ്ട സാർ. മതിയായില്ലേ നിനക്ക്? എന്റെ കുടുംബത്തെ മുഴുവൻ വെട്ടി നോക്കിയിട്ട് അവരെ ശവം തിന്നാൻ വന്നിരിക്കുകയല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. കാര്യം കുഴപ്പക്കാരനാണെന്നറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് നീചനാന്ന് ഇപ്പഴാ മനസ്സിലായി. സാർ ഒന്ന് തെളിച്ചു പറയണം സാർ. തന്റെ ഒത്താശയിലാണ് കോളനി തെണ്ടികൾക്ക് എന്റെ അനുജനെയും കുടുംബത്തെ കൊല്ലാൻ കഴിയുമോളൂ? പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചുകൂട്ടാ, ഞാനാ കൊന്നത്. എല്ലാത്തിനും ഞാൻ കൊന്നു. എന്തിന്? അപ്പു പറഞ്ഞിട്ടാ. ഇതേവരെ കണ്ണു തുറന്നിട്ടില്ല. ഇടയ്ക്ക് തലയൊന്ന് അനക്കും. ആ സമയത്ത് അവ്യക്തമായൊരു പേര് ഉച്ചരിക്കുന്നുണ്ട്. അപ്പൂന്ന് മറ്റാണെന്ന് തോന്നുന്നു. ഹാവ് യു ഹേർഡ് ദാറ്റ് നെയിം? യെസ്. ഹു ഇസ് ദാറ്റ്? അപ്പോൾ ഡെയ്സി സ്നേഹിച്ചിരുന്ന പയ്യനാ. അവൻ ഈ മേർഡറിൽ പങ്കുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. എന്തായാലും അപ്പൂനെ ഒന്ന് വരുത്തിയാൽ അയാളുടെ സാന്നിധ്യത്തിൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒളിവില. നീ ഇവിടെയും വന്നോ? ഞങ്ങളുടെ കുഞ്ഞിന്റെ തൊണ്ടക്കുഴിയിൽ കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അതുകൂടെ വേണമായിരിക്കും നിനക്ക്. എന്നാ പിന്നെ തെളിവ് മൊത്തം കൂടെ നശിപ്പിക്കാമല്ലോ. പറഞ്ഞു കൊടുത്ത തമ്മാടിയാ, ഇല്ലെങ്കിൽ തന്നെ ആശുപത്രി പൂട്ടിക്കും ഞാൻ. അരിയും തന്ന ആശാരിച്ചും കടിച്ചിട്ട് പിന്നെയും പാട്ടിക്കും മുറിർപ്പാ. ഇവൻ പോലീസ് കമ്മീഷണർ അല്ല, പേപ്പട്ടിയാ. പറയടാ, നീ തന്നെയാണ് ആറ്റുവാനുടെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത്? അതോ നിന്നെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയിപ്പിച്ചതാണ്? അല്ല. അപ്പു പറഞ്ഞിട്ടാണ് നീ ആ കൂട്ടക്കൊല നടത്തിയതല്ലേ? കൊലപാതകം നടത്താൻ നിന്നെ സഹായിച്ചത് കമ്മീഷണർ രാമനാഥ്. നീ പോലീസിൽ പറഞ്ഞ മൊഴി ഞാൻ വായിച്ചു.
നിന്നെയും അപ്പുവിനെയും ആ ചേരിയിലെ നൂറുകണക്കിന് പാവങ്ങളെയും സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ തീറ്റിപ്പോറ്റിയതിന് സാറിന് കൊടുത്ത പ്രതിഫലമാണിതല്ലേ? പറടാ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാ ഉള്ളത്? പറയോ ചൂട്ടാ, നിന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ സംഭവിച്ചു? ഞാനും എല്ലാരെയും കൊന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാരെയും കാണിച്ചു കൊടുത്തല്ലോ. പോലീസിനോട് ഞാൻ പറഞ്ഞ മുഴുവൻ സത്യ. എല്ലാത്തിനെയും ഞാൻ കൊന്നു എല്ലാത്തിനെ. അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അവനെ ചോദ്യം ചെയ്ത് മൊഴിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശമുണ്ടോ? താൻ ഇവിടെ വന്ന് അവനെ കണ്ടത് തന്നെ തെറ്റ്. തനിക്ക് അതിനുള്ള അധികാരമില്ല. ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആളാണ് കമ്മീഷണർ രാമനാഥൻ. കേസ് അന്വേഷണത്തിന് ചുമതല എനിക്കും ഡിവൈഎസ്പി സിദ്ധാർത്ഥനുമാണ്. മേലിൽ ഈ കേസിന്റെ യാതൊരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. വാർത്തകൾ വിശദമായി. പ്രമാദമായ ആറ്റുവ കൂട്ടക്കൊലയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡെയ്സിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഈ കേസിൽ ഒട്ടേറെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രഗത്ഭ നിയമവിദഗ്ധർ തലസ്ഥാനത്ത് അഭിപ്രായപ്പെട്ടു. തീർച്ചയായും ഇത് പോലീസിന്റെ കള്ളക്കളിയാണ്. മർഡറിനെ സംബന്ധിച്ചുള്ള പോലീസ് ഭാഷ്യത്തിൽ വസ്തുതാപരമായി ഒട്ടേറെ പെശകുകളുണ്ട്. ഈർക്കിരി പോലിരിക്കുന്ന ഒരാൾ 6 പേരെ കൊല ചെയ്തു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. പൗരസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീ TP നാരായണൻ കൺവീനറായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊല ആസൂത്രിതമാണ് എന്ന് മാത്രമല്ല പല ഉന്നതന്മാർക്കും പങ്കുമുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന ആന്റണിയുടെ മകൾ ഡെയ്സിയെ കൊല്ലാനും ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതോടെ തെളിവുകളെല്ലാം നശിക്കുമല്ലോ. എന്തായാലും ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. അവന്റെ അമ്മയുടെ ആക്ഷൻ കൗൺസിലും മറ്റേ കൗൺസിലും. എക്സ്ക്യൂസ് മീ, ആറ്റുവ കൊലക്കേസിൽ രക്ഷപ്പെട്ടൊരു കുട്ടിയില്ലേ, അത് ഏത് വാർഡിലാണ് കിടക്കുന്നത്? E6. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം എവിടെ? ഞാൻ ഷോപ്പിങ്ങിന് വന്നതാ. വരട്ടെ. എന്ത് പറ്റി മാഡം ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ? വെറുതെ ഒന്ന് കാണാന്ന് കരുതി. സന്തോഷം, ഇരിക്കെ. എന്താ പരുക്കനും രാക്ഷസനുമായ പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള ആവേശമൊക്കെ കെട്ടടങ്ങിയോ? അതോ കൊലപാതക കേസിൽ പ്രതിയായി സംശയിക്കുന്ന ഒരാളോട് അത്രയ്ക്ക് അടുപ്പം വേണ്ട എന്ന് വിചാരിച്ചോ? അടുപ്പം കൂടുതൽ വേണ്ടെന്ന് വെച്ചാൽ സത്യമാ. പക്ഷെ അത് സ്നേഹം കൊണ്ട് തന്നെയാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടരുത്. മനസ്സിലായില്ല. അത് വഴിയേ മനസ്സിലാവും. താനൊന്ന് തെളിച്ചു പറ. ഒന്നാമത് ഇവിടെ മനുഷ്യൻ തീ നിൽക്കാണ്. തൽക്കാലം അതിനൊരു ആശ്വാസമായിട്ടാ ഞാൻ വന്നത്. എന്റെ കൂടെ അപ്പുണ്ട്. എവിടെ നിന്ന് കിട്ടിയവനെ? അതൊക്കെ പറയാം. ആൾ എന്റെ കാറിലുണ്ട്. പത്രോസേ, ആ ഡ്യൂട്ടി നിൽക്കുന്ന കോൺസ്റ്റബിൾ കാണാതെ അപ്പുവിനെ കാറിൽ നിന്ന് ഇറക്കണം. അവൻ കണ്ടാലും കുഴപ്പമില്ല, നീ പോയി വിളിച്ചോണ്ടോ. അപ്പുവിനെ വഴക്കൊന്നും പറയരുത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പേടികൊണ്ട് അവൻ ഒളിവിൽ പോയത്. ഭാഗ്യത്തിന് പോലീസിന്റെ പിടിപ്പെടാതെ എന്റെ കൈ കിട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര ധൃതി? ധൃതിയുണ്ട്. 1-2 സ്ഥലത്ത് പോകണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മാലതിയോട് പറഞ്ഞോളാം. മാലതിയോടോ? അതെ, ഞാൻ പോട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരട്ടെ.
സത്യമായിട്ട് എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കാരണം സാർ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഡെയ്സിയെ സ്നേഹിച്ചു എന്നല്ലാതെ. എന്റെ ദൈവത്തെ പോലെ ഞാൻ കരുതിയ സാറിനോട് പോലും ഞാനിന്നങ്ങനെ കയർത്ത് പറഞ്ഞത് ഡെയ്സിയെ കിട്ടില്ലെന്ന് പറഞ്ഞ വിഷമം കൊണ്ടാ. എന്നോട് പൊറുക്കണം. കരയണ്ട. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ എന്നെ അറിഞ്ഞില്ല. എന്തെല്ലാം സംഭവിച്ചാലും ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ശരി, ന്യായം നിന്റെ ഭാഗത്താണെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ ഞാൻ രക്ഷിച്ചേനെ. പക്ഷേ എന്നോട് പോലും പറയാൻ നീ മുങ്ങില്ലേ? അതെന്തിനാ? കൊച്ചൂട്ടൻ കുറ്റം സമ്മതിച്ചു എന്നും എനിക്കെതിരെ മൊഴി കൊടുത്തു എന്നും കേട്ടപ്പോ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് എഴുതി പോയതാ എവിടെയെങ്കിലും പോയി ചാവാൻ. പക്ഷെ എന്റെ ഡെയ്സി ജീവിച്ചിരിപ്പണമെന്ന് പത്രത്തിൽ വാർത്ത കണ്ടപ്പോ അവളെന്ന് കാണണമെന്ന് തോന്നി. ദൈവത്തോർത്ത് അവളെന്ന് കാണാൻ സാറിന് അനുവദിക്കണം. ഡെയ്സിയെ കാണാൻ ചെന്ന സാറിനെ ആശുപത്രിയിൽ നിന്ന് പോലെ അവർ ഇറക്കി വിട്ടു. കൊലപാതകത്തിൽ സാറിനും പങ്കെടുന്ന അവർ പറയുന്നത്. നിന്നെ കണ്ടാൽ ഒരു പക്ഷേ ഡെയ്സിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബോധാവസ്ഥയിൽ നിന്റെ പേര് വിളിച്ചു പറയുന്ന ഡോക്ടർ പറയുന്നത്. ഡെയ്സിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ സത്യം മുഴുവൻ പുറത്തു വന്നേനെ. അപ്പുവിന്റെ മോഹം കണ്ട ഡെയ്സി തിരിച്ചറിയുന്ന എനിക്ക് തോന്നണത്. അതിന് ഞാൻ നോക്കിയിട്ടൊരു വഴിയും കാണുന്നില്ല. സാറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഡോക്ടർ ഐസക്? അതുകൊണ്ടെന്താ? അവള് കിടക്കുന്നത് ഗോമസിന്റെയും കൂട്ടരുടെയും പോലീസ് പ്രൊട്ടക്ഷനിലല്ലേ? സാർ ഐസക് ഡോക്ടർ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. ആരും അറിയാതെ അവിടെ കയറുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.